ശാന്തമായ ഒരു പർവ്വത ഗ്രാമത്തിൽ ഒരിക്കൽ ദാസ് എന്നു പേരുള്ള ഒരു സെൻ ഗുരു ഉണ്ടായിരുന്നു. അഗാധമായ പഠിപ്പിക്കലുകൾക്ക് മാത്രമല്ല, ആശയവിനിമയം നടത്തുന്ന രീതിയിലും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ഒരു ദിവസം മായ എന്ന പേരുള്ള ഒരു ശിഷ്യ നിശബ്ദതയുടെ കലയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശം തേടി അദ്ദേഹത്തെ സമീപിച്ചു. മാസ്റ്റർ ദാസ്, മായ ചോദിച്ചു, എപ്പോൾ നിശബ്ദത പാലിക്കണം എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ജ്ഞാനം പങ്കിടാമോ? ചിലപ്പോൾ ഞാൻ സംസാരിക്കാൻ പാടില്ലാത്ത സന്ദർഭങ്ങളിൽ സംസാരിക്കുന്നതായി കാണുന്നു. സെൻ മാസ്റ്റർ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് മായയെ തൻ്റെ അരികിൽ ഇരിക്കാൻ ക്ഷണിച്ചു. നിശബ്ദത ഒരു ശക്തമായ ഉപകരണമാണ്. മായയെ മിണ്ടാതിരിക്കുന്നതിനുള്ള ബുദ്ധിപരമായ 5 സാഹചര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാം. 1. കോപത്തിൽ. മായ ഒരു കൊടുങ്കാറ്റിനെ സങ്കല്പിക്കുക. ഉള്ളിൽ കോപം ഉയരുമ്പോൾ അത് ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. കോപത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ പലപ്പോഴും ഖേദിക്കുന്നു. അത്തരം നിമിഷങ്ങളിൽ നിശബ്ദത പാലിക്കുക. കൊടുങ്കാറ്റിനെ കടന്നു പോകാൻ അനുവദിക്കുക. എന്നിട്ട് ശാന്തമായും വ്യക്തതയോടെയും സ്വയം പ്രകടിപ്പിക്കുക. നിശബ്ദതയിൽ കോപമാണ് മനസ്സിലാക്കാനുള്ള വഴി. 2. തെറ്റിദ്ധാരണകളുടെ സമയത്ത്. ആശയക്കുഴപ്പം അന്തരീക്ഷത്തിൽ മൂടുമ്പോൾ നിശബ്ദത നിങ്ങളുടെ സഖ്യകക്ഷിയാണ്. അരാജകത്വത്തിലേക്ക് കൂടുതൽ വാക്കുകൾ ചേർക്കുന്നതിനു പകരം ഒരു പടി പിന്നോട്ട് പോകുക. ആശയക്കുഴപ്പം പരിഹരിക്കാൻ അനുവദിക്കുക. തുടർന്ന് നിങ്ങളുടെ വാക്കുകൾ മനസ്സോടെ തിരഞ്ഞെടുക്കുക. തെറ്റിദ്ധാരണകളിലെ നിശബ്ദത വ്യക്തത വളർത്തുന്നു. 3. ദുഃഖത്തിൽ. ദുഃഖം ഒരു ആർദ്രമായ വികാരമാണ്. വാക്കുകൾക്ക് അപര്യാപ്തമായി തോന്നിയേക്കാം. വിലപിക്കുന്നവരോടൊപ്പം നിശബ്ദതയിൽ സന്നിഹിതരായിരിക്കുക. നിങ്ങളുടെ നിശബ്ദ സാന്നിധ്യം വാക്കുകൾക്ക് പലപ്പോഴും സാധിക്കാത്തത്രയും സാന്ത്വനവും നൽകുന്നു. ദുഃഖത്തിൽ മൗനം അനുകമ്പയുള്ള ഭാഷയായി മാറുന്നു. 4. മറ്റുള്ളവരോട് മോശമായി സംസാരിക്കുന്നതിനു മുമ്പ്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നതിനു മുമ്പ് താൽക്കാലികമായി നിർത്തുക. നിങ്ങളുടെ വാക്കുകളുടെ സ്വാധീനത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ വാക്കുകൾ ദയയോ ആവശ്യമോ അല്ലെങ്കിൽ നിശബ്ദതയാണ് മികച്ച തിരഞ്ഞെടുപ്പ്. ഗോസിപ്പിനും വെറുപ്പിനും പകരം നിശബ്ദത തിരഞ്ഞെടുക്കുക. കാരണം അത് ഐക്യവും സൗഹാർദ്ദവും സംരക്ഷിക്കുന്നു. 5. സ്വയം പ്രതിഫലന സമയത്ത്. സ്വയം കണ്ടെത്തലിൻ്റെ ക്ഷേത്രത്തിൽ നിശബ്ദത വിശുദ്ധ അറയാണ്. നിങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ നിശബ്ദമായ പ്രതിഫലനത്തിൻ്റെ നിമിഷങ്ങൾ എടുക്കുക. സ്വയം പ്രതിഫലനത്തിലെ നിശബ്ദത വ്യക്തിഗത വളർച്ചയിലേക്കും നിങ്ങളുടെ ആന്തരികതയെക്കുറിച്ച് ആഴത്തിലുള്ള ജ്ഞാനത്തിലേക്കും നയിക്കുന്നു. നിശബ്ദതയിലൂടെ ജ്ഞാനോദയം നേടിയ മായ ഒരു സ്പോഞ്ച് പോലെ ദാസിൻ്റെ ജ്ഞാനത്തെ ആഗിരണം ചെയ്തു. സെൻ മാസ്റ്റർ തുടർന്നു, നിശബ്ദത എന്നത് ആശയവിനിമയത്തിൻ്റെ അഭാവമല്ല, അത് മനസ്സോടെയുള്ള ആശയവിനിമയത്തിൻ്റെ കലയാണ്. ഈ നിശബ്ദ നിമിഷങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾക്ക് അഗാധമായ ജ്ഞാനം ലഭിക്കും. മായ ഇപ്പോൾ പ്രബുദ്ധിയായി നന്ദി പ്രകടിപ്പിക്കുകയും സെൻ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറത്തു പോകുകയും തൻ്റെ പഠിപ്പിക്കലുകൾ ജീവിതത്തിൽ പ്രയോഗിക്കാൻ തയ്യാറായി. ഗ്രാമത്തിൽ തിരിച്ചെത്തിയ മായ ദാസിൻ്റെ പഠിപ്പിക്കലുകൾ പ്രായോഗികമാക്കി. ദേഷ്യത്തിൻ്റെ നിമിഷങ്ങളിൽ ആവേശത്തോടെ പ്രതികരിക്കാനുള്ള ത്വരയെ അവൾ എതിർത്തു. തെറ്റിദ്ധാരണകൾക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് അവൾ പൊടിപടലങ്ങൾ അനുവദിച്ചു. ദുഃഖസമയത്ത് കരുണാർദ്രമായ സാന്നിധ്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കി മായ അവളുടെ നിശബ്ദ പിന്തുണ വാഗ്ദാനം ചെയ്തു. മറ്റുള്ളവരെ മോശമായി സംസാരിക്കുന്നതിന് മുമ്പ് മായ തൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്തു. അവയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന സ്വാധീനം മനസ്സിലാക്കി. സ്വയം പ്രതിഫലനത്തിൻ്റെ നിമിഷങ്ങളിൽ അവൾ നിശബ്ദമായ ജ്ഞാനത്തിൻ്റെ ശാന്തത സ്വീകരിച്ചു. സ്വന്തം ചിന്തകളിലേക്കും വികാരങ്ങളിലേക്കും ഉൾക്കാഴ്ചകൾ നേടി. മായയുടെ പരിവർത്തനത്തിൽ ആകൃഷ്ടരായ ഗ്രാമവാസികൾ അവളുടെ പുതിയ ശാന്തതയും ജ്ഞാനവും ശ്രദ്ധിച്ചു. ഒരു ദിവസം അവർ അവളോട് മാറ്റത്തെക്കുറിച്ച് ചോദിച്ചു. മായ സെൻ മാസ്റ്റർ ദാസിൻ്റെ ബുദ്ധിപരമായ നിശബ്ദതയുടെ കലയെക്കുറിച്ചുള്ള പാഠങ്ങൾ പങ്കുവച്ചു. പ്രചോദനം ഉൾക്കൊണ്ട് ഗ്രാമവാസികൾ ഈ പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി. നിശബ്ദത ആശയവിനിമയത്തിൻ്റെ അഭാവമായി കാണപ്പെടാത്ത ഒരു സമൂഹത്തെ വളർത്തി, മറിച്ച് ഒരു അഗാധമായ ധാരണയായി. ഇപ്പോൾ ഗ്രാമത്തിലെ നിശബ്ദജ്ഞാനത്തിൻ്റെ ഉറവിടമായ മായ തനിക്ക് ലഭിച്ച പാഠങ്ങൾ അനുസരിച്ച് ജീവിച്ചു. നിശബ്ദമായ നിമിഷങ്ങളിൽ വാക്കുകൾക്ക് ഒരിക്കലും പ്രകടിപ്പിക്കാൻ കഴിയാത്ത സമൃദ്ധിയും ആഴവും അവൾ കണ്ടെത്തി. If you love to watch this video, you can like, share and subscribe.